കാണിച്ചോ? അയ്യോ അത് ഇത് കൂടെയാണോ? കൊള്ളാം കൊള്ളാം. ഇതിൻ്റെ ഉള്ളിലൊന്ന് ഓപ്പൺ ആക്കും. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് കൊച്ചിയിലാണ്. അപ്പോൾ നമ്മൾ നേരെ പോഡീസിലേക്ക് പോവാണ് കേട്ടോ, കാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം അല്ലേ. അങ്ങനെ ദേ നമ്മൾ പൊഡീസിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഞാനും അമ്മയും കൂടിയിട്ടാണ് പോയത്, നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ദേ ഞാൻ ആക്ച്വലി എൻ്റെ ഡ്രസ്സ് ട്രയൽ ചെയ്യാൻ കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്, പ്ലസ് ഇൻവൈറ്റ് ചെയ്യാനും കൂടിയിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ ദേ ഡ്രസ്സ് കണ്ടപ്പോൾ തന്നെ ഉണ്ടല്ലോ, സത്യം പറയലേക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ഇങ്ങനെ ബ്ലർ ചെയ്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊടുക്കാൻ കാരണം വേറൊന്നുമില്ല. അപ്പോൾ ഇനി ഇത് ഇട്ടിട്ട് റെഡി ആയിട്ട് വരുമ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ്, അതിങ്ങനെ കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെൻ്റ് ആണല്ലോ. അപ്പോൾ അത് പോകണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാനിത് ഫുള്ള് ബ്ലർ ചെയ്തിട്ട് വിടുന്നത്. കാണിക്കണം എന്നുണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്താ പറയുക, അന്ന് ഒരുങ്ങിയിട്ട് ആ ഡ്രസ്സ് ഇട്ട് വരുമ്പോഴുള്ളൊരു ഭംഗി ഇപ്പോൾ ചിലപ്പോൾ കിട്ടിയില്ലെങ്കിലോ എന്ന് ഓർത്തിട്ടാണ് ഞാനിത് ഫുള്ള് ഇങ്ങനെ ആക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. സംഭവം അടിപൊളിയായിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഞാൻ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടിലും അടിപൊളിയായിട്ടുണ്ട്. അതിപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ കൊടുക്കുമ്പോൾ എൻഗേജ്മെൻറ്റിന് ഡ്രസ്സ് കൊടുത്തപ്പോഴാണെങ്കിലും ശരി, ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ ചെയ്ത് കഴിഞ്ഞപ്പോൾ. അപ്പോൾ ആദ്യം ഇത് കൊടുക്കുമ്പോൾ ഞാൻ എന്തൊക്കെയൊക്കെയോ ആണ് പറഞ്ഞത്, അങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ. പക്ഷേ സംഭവം ചെയ്ത് വന്നപ്പോൾ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും കുറച്ച് ദിവസം കൂടിയും കഴിഞ്ഞെങ്കിൽ ഇതിൻ്റെ ഫുൾ ഔട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതിലെനിക്ക് ശരിക്കും പറഞ്ഞാൽ കാണിക്കണമെന്നുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ഒക്കെ എടുത്തത്. പക്ഷേ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തോ ഒരു തോന്നൽ, വേണ്ട അന്ന് കാണിക്കാം എല്ലാവരും. അപ്പോഴായിരിക്കും ആ ഒരു ഫുൾ ഔട്ട്ഫിറ്റിൻ്റെ ഒരു ഭംഗി കിട്ടണമെങ്കിൽ ഒന്ന് റെഡി ആയിട്ട് ഹെയറൊക്കെ സെറ്റ് ചെയ്ത് ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ട് വരുമ്പോഴായിരിക്കില്ല അതിൻ്റെ ഒരു ഭംഗി ഫുള്ളായിട്ട് കിട്ടണേ. അതുകൊണ്ടാണ് പിന്നെ ഞാൻ അവിടെയുള്ള മിററുകളിലെല്ലാം പോയിട്ട് കുറേ വീഡിയോസ് എടുത്ത് നോക്കിയിട്ട്, കാരണം അടിക്കാൻ തോന്നുന്നുണ്ടായില്ലെങ്കിൽ കുറേ നേരം അത് ഇട്ട് കുറേ നേരം ഞാൻ മിററും നോക്കി കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ ഇട്ട് നോക്കി. പിന്നെ ബ്ലൗസ് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും യൂട്യൂബില് കാണിക്കില്ല, ഞങ്ങളുടെ കല്യാണക്കത്ത് കൂടി ഒന്ന് കാണിച്ചോ? അയ്യോ അത് ഇത് കൂടെയാണോ? കൊള്ളാം കൊള്ളാം, ഗ്രാൻഡാണ്. കൊള്ളാം കൊള്ളാം. വെഡിങ് റിസപ്ഷൻ. സീരിയസ് ആയിട്ട് എടുക്കണോ? ഞാൻ വെറുതെ എൻ്റെ സിസ്റ്ററാണ് ഇതിന്റെ ഡിസൈൻ ചെയ്യിപ്പിച്ചത്. കൊള്ളാം. നിങ്ങൾ AR, ഞാൻ AS. അതേപോലെ സിമ്പിളാ. ഇതിൻ്റെ ഉള്ളിലൊന്ന് ഓപ്പൺ ആക്കും. അത് മതി, കാര്യം അറിഞ്ഞാ പോലെ. അതെ അതെ, അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മളിതേ അവിടെ നിന്നൊക്കെ വർത്തനൊക്കെ പറഞ്ഞ് കാർഡെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ചൊക്കെ ചെയ്തിട്ട് നമ്മൾ ഇറങ്ങിയിട്ട് എന്നിട്ട് നമ്മൾ നേരെ പോയത് ഊരിലേക്കായിരുന്നു. കാരണം 2:30 ഉണ്ടായിരുന്നു. വിഷ്പിൻ്റെ ഒരു വിളി വന്നപ്പോഴേക്കും നമ്മൾ വേഗം ഇറങ്ങിയിട്ടോ. എന്നിട്ട് ഞാൻ നേരെ പോയിട്ട് അമ്മയ്ക്ക് നല്ല ചോറും പിന്നെ ഇതേ എന്താ പറയുക, കരിമീൻ പൊള്ളിച്ചതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആക്ച്വലി ബീഫും കുറുകിയും കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴേക്കും അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കരിമീൻ പൊള്ളിച്ചതും ചെമ്മീനൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് കഴിച്ചു കേട്ടോ. അപ്പോൾ അമ്മ ഫസ്റ്റ് ടൈമാണ് ഇവിടെ ഊരിലേക്ക് പോകണം കേട്ടോ. അപ്പം അതും കൂടി അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വെച്ചിട്ട് അമ്മേനെ കൊണ്ടുപോയതാണ് കേട്ടോ. അങ്ങനെ അതെ ഫുഡെല്ലാം കഴിച്ചു. പിന്നെ നമ്മൾ നേരെ വയറൊക്കെ ഫില്ലാക്കിയിട്ട് തിരിച്ചു പോയി കേട്ടോ. കാരണം നമുക്ക് ഇന്ന് വൈകിട്ടായിരുന്നു, സെയിം ഡേ വൈകിട്ട് തന്നെ നമുക്ക് തിരിച്ച് നാട്ടിലേക്ക് പോകണമായിരുന്നു. അത് കാരണം ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വേഗം
റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. ഒക്കെ കുറച്ച് സമയത്തിൻ്റെ വ്യത്യാസങ്ങളായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വേഗം പോയി റെയിൽവേ സ്റ്റേഷനിൽ പോയി. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അന്ന് റെയിൽവേ സ്റ്റേഷനിൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചായയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ കുറച്ച് സ്നാക്സൊക്കെ മേടിച്ചു. കാരണം ട്രെയിനിൽ നിന്ന് മേടിച്ച് കുടിക്കാനൊരു മടി. അപ്പോൾ നമ്മൾ ഓൾറെഡി മേടിച്ചിട്ട് ഫ്ലാസ്കിലൊക്കെ ആക്കി സെറ്റ് ചെയ്തിട്ട് നമ്മളങ്ങനെ പോയി. പിന്നെ ട്രെയിൻ കയറി. അപ്പോഴേക്കും സമയം വൈകിട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ സമൂസയും പിന്നെ വേറെ എന്തോ ഒരു സാധനം കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2-3 സ്നാക്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതേ അമ്മ ട്രെയിനിൽ കയറിയപ്പോൾ തന്നെ അമ്മ പറഞ്ഞു ഇനി ചായയുടെ ചൂട് പോകണ്ടെന്ന് വെച്ചിട്ട് അപ്പോൾ തന്നെ കൂടെ കുടിക്കാതെ വിചാരിച്ചു കേട്ടോ. അങ്ങനെ അതേ അമ്മ സമൂസയൊക്കെ എടുത്തിട്ട് തരികയാണ്. എന്നിട്ട് നമ്മളത് കുടിച്ച് പിന്നെ നമ്മൾ വീട്ടിലെത്തിയപ്പോഴേക്കും സമയം രാത്രി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും അധികം എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ചും കൂടി വലിയ വീഡിയോ എടുക്കണം എന്നൊക്കെ ആയിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്തോ അത് പറ്റിയില്ല. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഡു ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. എന്തെങ്കിലും പറയാൻ എന്തൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.